ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റായ ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്നതിലെ 3ാമത്തെ പാഠമാണ്. ആര്യ ഇൻ ദ കോക്പിറ്റ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു ഡ്രംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. ഒരു പൈലറ്റ് ആവാൻ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമുക്ക് വായിക്കാനുള്ളത്. ഡ്രംഡ് എന്ന് വെച്ചാൽ ഡ്രീമിൻ്റെ പാസ്റ്റ് ടെൻസാണ് ഡ്രംഡ് കേട്ടോ. V2 ഫോമാണ്. ആര്യ ഇൻ ദ കോക്പിറ്റ്. എന്താ കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, വിമാനത്തിൽ പൈലറ്റുമാരിയ്ക്കുന്ന സ്ഥലത്തെ, എയ്റോപ്ലെയിൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പൈലറ്റ്സ് ഇരിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് കോക്പിറ്റ്. ആര്യ ഇൻ ദ കോക്പിറ്റ്. കഥയിലെ പെൺകുട്ടിയാണ് ആര്? ആര്യ. അപ്പോൾ കോക്പിറ്റിലിരിക്കുന്ന ആര്യ, ആ കോക്പിറ്റിലിരിക്കാനായിട്ട് സ്വപ്നം കണ്ട ആര്യയുടെ ലൈഫിനെ കുറിച്ചുള്ള ഒരു കഥയാണ് കേട്ടോ ഇത്. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. ആര്യയ്ക്ക് എപ്പോഴും പറക്കാനായിരുന്നു ഇഷ്ടം. വെൻ ഷീ വാസ് 4 years old, ഷീ വാണ്ടഡ് ടു ബി റോസമ്മ. അവൾക്ക് 4 വയസ്സുള്ള സമയത്ത് അവൾക്ക് റോസമ്മയാവണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ആരാണ് റോസമ്മ? ആര്യ സോ ഹർ അറ്റ് ദ സർക്കസ്. സർക്കസിലുള്ള ഒരു പെൺകുട്ടിയാണ് റോസമ്മ. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. റോസമ്മ ആരായിരുന്നു? ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഊഞ്ഞാൽ കെട്ടിയിട്ട് അതിൽ തലകീഴായി നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റൊരു സ്വിങ്ങിലേക്ക് ഇങ്ങനെ നടക്കുന്ന എന്താണ് ആ ഒരു സർക്കസിലെ ആ ഒരു പ്ലേനെ പറയുന്ന പേരാണ് ട്രപ്പീസ് എന്ന് കേട്ടോ. അതിൽ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ആര്? റോസമ്മ. റോസമ്മയാവണമെന്നായിരുന്നു ആര്യയ്ക്ക് 4 വയസ്സിലുള്ള ആഗ്രഹം. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ഇങ്ങനെ ഇതുപോലെ ഊഞ്ഞാലിൽ നിന്ന് ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ പറന്ന് കളിക്കാൻ ആര്യയ്ക്ക് എപ്പോഴും ഇഷ്ടമായിട്ട് തോന്നി. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. റോസമ്മയുടെ വസ്ത്രങ്ങൾ പോലെ തന്നെ അവളുടെ വസ്ത്രങ്ങളും എന്തായി തിളങ്ങുന്നതായിട്ട് ആര്യ എപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, സർക്കസിലുള്ള ആളുകളൊക്കെ വസ്ത്രങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? നല്ല ഗ്ലിറ്ററിങ് ആയിരിക്കും അല്ലേ, തിളക്കമുള്ളതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വസ്ത്രം താനും ധരിച്ചിരിക്കുന്നെന്ന് ആര്യ വിചാരിക്കും. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. നൂറുകണക്കിന് ആളുകൾ അവൾക്ക് വേണ്ടി കൈയടിക്കും. ഷീ വുഡ് ഈറ്റ് കോട്ടൺ ക്യാൻഡി എവറി ഡേ. അവൾക്ക് എന്നും എന്ത് ചെയ്യും? എന്നും പഞ്ഞിമിഠായി, കോട്ടൺ ക്യാൻഡി, പഞ്ഞിമിഠായി കഴിക്കും. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും ആരായിരിക്കും? സർക്കസിലുള്ള ഒരു ക്ലൗൺ ആയിരിക്കും, കോമാളി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആര്യയുടെ 4 വയസ്സിലുള്ള സമയത്തുള്ള ആര്യയുടെ ഡ്രീം എന്ന് പറയുന്നത്. ഇനി അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഹൂ ഡിഡ് ആര്യ വോണ്ട് ടു ബി വെൻ ഷീ വാസ് 4 years old ആൻഡ് വൈ? ആര്യയ്ക്ക് 4 വയസ്സുള്ള സമയത്ത് അവൾക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? എന്തുകൊണ്ടായിരുന്നു? ആൻസർ: ആര്യ വാണ്ടഡ് ടു ബി ലൈക്ക് റോസമ്മ ബിക്കോസ് ഷീ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ് ലൈക്ക് റോസമ്മ. ആര്യയ്ക്ക് റോസമ്മയെ പോലെ ഊഞ്ഞാലിൽ നിന്ന് ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ ആകാശത്ത് ഫ്ലൈ ചെയ്ത് നടക്കാനായിരുന്നു ആഗ്രഹം. വെൻ ആര്യ വാസ് 8 years old, ഷീ വാണ്ടഡ് ടു ബി കൽപ്പന ചൗള. ആര്യയ്ക്ക് 8 വയസ്സായപ്പോൾ അവൾക്ക് ആരാവണമെന്നായിരുന്നു ആഗ്രഹം? കൽപ്പന ചൗളയെ പോലെ ആവണമെന്നായിരുന്നു. ആരാണ് മക്കളെ കൽപ്പന ചൗള? സ്പേസിലേക്ക് ട്രാവൽ ചെയ്ത വുമനാണ് അല്ലേ. ഷീ മെയ്ഡ് ഹെർസെൽഫ് ആൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട്. അപ്പോൾ കൽപ്പന ചൗളയുടേതുപോലെ തന്നെ ഒരു സ്പേസ് സ്യൂട്ട്, സ്പേസിലേക്ക് പോകുമ്പോൾ ഇടുന്ന വസ്ത്രമാണ് സ്പേസ് സ്യൂട്ട്. എന്ത് ചെയ്തു? അവൾ സ്വന്തം തന്നെ ഉണ്ടാക്കി. ഷീ വോർ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്. എന്നിട്ടോ ആര്യ എല്ലാ ദിവസവും രാവും പകലും ആ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നു. ആര്യ, ആർ യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? ആര്യ, നിനക്ക് ആ വസ്ത്രത്തിൽ ചൂടെടുക്കുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ ആര്യ എന്ത് പറയും? ആസ്ട്രോനോട്ട്സ് ഹാവ് ടു ഗെറ്റ് യൂസ് ടു ദ സ്യൂട്ട് അമ്മ. ആസ്ട്രോനോട്ട്സ് എന്ന് വെച്ചാൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് ആസ്ട്രോനോട്ട്സ് എന്ന് പറയാം. ആസ്ട്രോനോട്ട്സ് എന്ത് ചെയ്യണം? ഈ വസ്ത്രത്തിൽ തന്നെയാണ് നടക്കേണ്ടത് അമ്മ എന്ന് പറയും അവൾ. സ്പേസ് ഈസ് നോട്ട് സേഫ് ആസ് ദ എർത്ത് ഈസ്. സ്പേസ് എന്താണ്? നമ്മുടെ ഭൂമിയെപ്പോലെയുള്ള അത്രയ്ക്ക് സേഫ് അല്ല. മൈ സ്യൂട്ട് വിൽ പ്രൊട്ടക്ട് മീ. എൻ്റെ വസ്ത്രം എന്നെ രക്ഷിക്കുമെന്ന് ആര്യ പറയും. വെൻ ആര്യ വാസ് 12 years old, ഷീ വാണ്ടഡ് ടു ബി അമേലിയ എയർഹാർട്ട്. ആര്യ 12 വയസ്സായ സമയത്ത് അവൾക്ക് അമേലിയ ഇയർഹാർട്ട് ആവണമെന്നായിരുന്നു ആഗ്രഹം. ആരാണ് അമേലിയ ഇയർഹാർട്ട്? അമേലിയ ഇയർഹാർട്ട് ഒരു അമേരിക്കൻ പൈലറ്റാണ് കേട്ടോ.
വുമണാണ്, സ്ത്രീയാണ്, ഒരു അമേരിക്കയിലുള്ള ഒരു പൈലറ്റാണ്. ഷീ ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രോജക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു ആര്യ, അത് അമേലിയ എയർഹാർട്ട് ആവണമെന്നുള്ള ആഗ്രഹത്തിൽ അവൾ എന്ത് ചെയ്തു അവളുടെ സ്കൂൾ പ്രോജക്റ്റിലേക്ക് ഒരു മോഡൽ പ്ലെയിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് കുഡിൻ ഫ്ലൈ ബട്ട് ഷീ സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. ആ പ്ലെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പറത്താൻ പറ്റില്ല, പക്ഷേ എന്നിട്ടും അവൾക്ക് അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടി. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ ഇയർഹാർട്ടിനോടുള്ള എന്തുകൊണ്ട് ആരാധന കൊണ്ട് ആര്യ എന്ത് ചെയ്തു അമേലിയെ പോലെ മുടി വരെ മുറിച്ചിരുന്നു. അതേ ഹെയർ കട്ടിലേക്ക് ആര്യ അവളുടെ ഹെയറും എന്ത് ചെയ്തു ഹെയർ കട്ട് ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിക്കേ, വൈ ഡിഡ് ദ 8-year-old ആര്യ വാണ്ട് ടു ബി കൽപ്പന ചൗള? 8 വയസ്സുള്ള ആര്യയ്ക്ക് എന്തുകൊണ്ടാണ് കൽപ്പന ചൗള ആവണമെന്ന് ആഗ്രഹിച്ചത്? ബിക്കോസ് ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ സ്പേസ്. കാരണം ആര്യയ്ക്ക് സ്പേസിൽ പറക്കാനായിരുന്നു ആഗ്രഹം. സൂൺ ആര്യ ഹിയർഡ് ഓഫ് അങ്കുലിയാബായ്, കമുദമ്മാൾ ആൻഡ് സർല താക്രാൾ, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഫ്ലൈ എ പ്ലെയിൻ. പിന്നീട് ആര്യ ആരെക്കുറിച്ച് കേട്ടു? അങ്കുലിയാബായെയും അതുപോലെ കമുദമ്മാളിനെയും സർല താക്രാളിനെ കുറിച്ച് കേട്ടു. അവർ 3 പേരും ആരാണ് മക്കളെ? ഇന്ത്യൻ വിമനാണ്, ഇന്ത്യയിലുള്ള സ്ത്രീകളാണ്. അവരാണ് ആദ്യമായിട്ട് പ്ലെയിന് പറത്തിയ 3 ഇന്ത്യൻ സ്ത്രീകളാണ് കേട്ടോ. അങ്കുലിയാബായ് വാസ് ജസ്റ്റ് 16 years old. അങ്കുലിയാബായ്ക്ക് ആ സമയത്ത് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ കാൺട്ട് വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. എനിക്ക് ടീനേജർ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? പ്രായപൂർത്തിയാവുന്ന ആ ഒരു സമയം വരെ 15, 16, 17, 18 ആ ഒരു വയസ്സ് വരെ എന്താണ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ആര്യ പറഞ്ഞു. സോ യു ക്യാൻ ഡ്രൈവ്. എന്തിനാണ് നിനക്കതുവരെ വെയിറ്റ് ചെയ്യേണ്ടത്? നിനക്ക് ഡ്രൈവ് ചെയ്യാനാണോ? അപ്പോൾ ആര്യ പറഞ്ഞു അല്ല. സോ യു ക്യാൻ വോട്ട്. നിനക്ക് വോട്ട് ചെയ്യാം, അതിനാണോ? നോ. ആര്യ പറഞ്ഞു അതിനും അല്ല. ദെൻ വോട്ട്. പിന്നെ എന്തിനാണ്? സോ ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് എന്നാൽ പറക്കാമല്ലോ. അപ്പോൾ 18 വയസ്സായാൽ എനിക്ക് പറക്കാമല്ലോ എന്നാണ് ആര്യ പറഞ്ഞത്. When Arya was 18 years old, she wanted to become a fighter pilot. പിന്നീട് ആര്യയ്ക്ക് 18 വയസ്സായപ്പോൾ അവൾക്ക് ആരാവണമെന്നായി ആഗ്രഹം? ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായി. എന്താണ് ഫൈറ്റർ പൈലറ്റ്? നമ്മളുടെ യുദ്ധവിമാനങ്ങളൊക്കെ ഓടിക്കുന്ന പൈലറ്റില്ലേ, അവരാണ് ഫൈറ്റർ പൈലറ്റ്. ഹു ആർ ദേ ചേച്ചി? ആസ്ക്ഡ് ഹെർ ലിറ്റിൽ ബ്രദർ രാജു, സീയിങ് എ പോസ്റ്റർ ഓൺ ഹെർ വാൾ. ഒരു ദിവസം ആര്യയുടെ റൂമിലെ ചുമരിൽ ഒരു പോസ്റ്റർ കണ്ടിട്ട് അനിയന് രാജു ചോദിച്ചു, ആരാണ് ചേച്ചി അവരൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ ആരുടെയൊക്കെയോ ഫോട്ടോസ് അവളുടെ ചുമരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആര്യ എന്ത് പറഞ്ഞു? ദേ ആർ ഭാവന, ആവണി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റേഴ്സ് പ്ലെയിൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇവർ 3 പേരും ആരാണ്? ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് പറത്തിയ ഇന്ത്യൻ വുമനാണ് കേട്ടോ. ഇന്ത്യയിലുള്ള സ്ത്രീകളാണ്. ആർ ദേ യുവർ ഫ്രണ്ട്സ്? അപ്പോൾ രാജു എന്ത് ചോദിച്ചു? അവർ നിൻ്റെ ഫ്രണ്ട്സാണോ ചേച്ചി എന്ന് ചോദിച്ചു. ആര്യ ലാഫ്ഡ്. അത് കേട്ടപ്പോൾ ആര്യ ചിരിച്ചു. മേ ബി സം ഡേ രാജു. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അവരെൻ്റെ സുഹൃത്തുക്കളായേക്കാം എന്ന് ആര്യ മറുപടി പറഞ്ഞു. ഇനി ചോദ്യം നോക്കിക്കേ, വാട്ട് ഡിഡ് രാജു ആസ്ക് ആര്യ അബൌട്ട് ദ പോസ്റ്റർ ഓൺ ഹർ വാൾ ആൻഡ് ഹൗ ഡിഡ് ആര്യ റെസ്പോണ്ട്? ആര്യയുടെ റൂമിലെ പോസ്റ്റർ കണ്ടപ്പോൾ രാജു എന്താണ് ആര്യയോട് ചോദിച്ചത്? അതിന് ആര്യ എന്താണ് മറുപടി പറഞ്ഞത്? ആൻസർ, രാജു wanted to know that who the women on the poster were. രാജുവിന് ആ പോസ്റ്ററിലുള്ള സ്ത്രീകൾ ആരാണെന്ന് അറിയണമായിരുന്നു. ആര്യ said that they were ഭാവന, ആവണി ആൻഡ് മോഹന, the first women to fly in the fighter planes in India. ആര്യ എന്ത് പറഞ്ഞു? അത് ഭാവനയും ആവണിയും മോഹനയുമാണ്, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻ പറത്തിയ സ്ത്രീകളാണ് അവർ എന്ന് പറഞ്ഞു. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. ആര്യ എന്ത് ചെയ്തു? ഫ്ലൈയിങ് സ്കൂളിൽ, ഇതുപോലെ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഫ്ലൈയിങ് സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു? പണമൊക്കെ സ്വരൂപിക്കാൻ തുടങ്ങി. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. അവൾ ഒരുപാട് വർഷങ്ങൾ പഠനത്തിനായിട്ട് വിനിയോഗിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. അവൾ പൈലറ്റ്സിൻ്റെ കൂടെ ഇരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവരിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട്സ് ഓഫ് ക്യാരറ്റ്സ്. അവൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും ഒരുപാട് ക്യാരറ്റ് കഴിക്കുകയും ചെയ്തു. എന്തിനാണ് ക്യാരറ്റ് കഴിച്ചത്? ബിക്കോസ് അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. കാരണം അമ്മ എപ്പോഴും പറയുന്നത് ക്യാരറ്റ് കണ്ണിന് നല്ലതാണ് എന്ന്. പൈലറ്റ് ആവണമെങ്കിൽ നല്ല കാഴ്ചശക്തി വേണം, അപ്പോൾ അതിന് ക്യാരറ്റ് നല്ലതാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്പിറ്റ് ഹെർസെൽഫ്. അങ്ങനെ അവസാനം അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു ദിവസം കോക്പിറ്റിൽ ഇരിക്കാനായിട്ട് പറ്റി. അവൾ അവസാനം പൈലറ്റായി എന്നർത്ഥം. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ഇന്ന് ആര്യയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്പിറ്റ്. കാരണം അവൾ ഇന്ന് കോക്പിറ്റിൽ ഇരിക്കുന്ന ദിവസമാണ്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ദർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ഹെർ പ്ലെയിൻ ഇൻ ദിസ് മോർണിംഗ്. അവൾ ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം അവളുടെ ആദ്യത്തെ ഈ ഫ്ലൈറ്റിൽ 2 സ്പെഷ്യലായിട്ടുള്ള പാസഞ്ചേഴ്സ്, യാത്രക്കാർ അവൾക്കുണ്ട്.
ആരൊക്കെയാണത് നമുക്ക് നോക്കാം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം അബോർഡ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് അവർ അവിടുന്ന് അനൗൺസ് ചെയ്യണത് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്താണ് എല്ലാവർക്കും എന്താണ് നമ്മളുടെ അബോർഡ്, വെൽക്കം അബോർഡ് അബോർഡ് എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ കേട്ടോ, അതിനാണ് അബോർഡ് എന്ന് പറയുക. അതിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ക്യാപ്റ്റൻ ആരാണ്? ആര്യയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ നോക്കിക്ക്, ചേച്ചി രാജു വാസ് ത്രിൽഡ്. നമ്മളുടെ ചേച്ചിയാണോ എന്ന് രാജു ചോദിക്കുന്നു. യെസ്, മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അതെ, എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് രാജുവിൻ്റെ അമ്മ അവനെ ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ആരൊക്കെയാണ് ആ സ്പെഷ്യൽ പാസഞ്ചേഴ്സ്? ആര്യയുടെ അമ്മയും അവളുടെ സഹോദരനുമാണ് അല്ലേ. പൈലറ്റ് ആവാൻ സ്വപ്നം കണ്ട് അത് നേടിയെടുത്തൊരു പെൺകുട്ടിയുടെ കഥയാണല്ലേ ആര്യ ഇൻ ദ കോക്പിറ്റിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്കിതിൽ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 1, യു ഹാവ് റെഡ് അബൌട്ട് ആര്യാസ് ഡ്രീംസ്. നിങ്ങൾ ആര്യയുടെ സ്വപ്നത്തെക്കുറിച്ച് പഠിച്ചല്ലോ. ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്കും ഇതുപോലെ സ്വപ്നങ്ങളുണ്ടോ? വാട്ട് ഡു യു വോണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആരായി തീരണമെന്നാണ് ആഗ്രഹം? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് എഴുതി കൊടുക്കുക. വെൻ ഐ ഗ്രോ അപ്പ് ഐ വോണ്ട് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. എനിക്ക് വളർന്നു കഴിയുമ്പോൾ എനിക്കൊരു ശാസ്ത്രജ്ഞയാവണമെന്നാണ് ആഗ്രഹം. ഐ റിയലി ലവ് ലേണിംഗ് അബൌട്ട് ഹൗ തിങ്സ് വർക്ക് ആൻഡ് ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ്. എനിക്ക് എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനും എങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവങ്ങൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സയൻസിൽ അങ്ങനെയാണല്ലോ, വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പഠിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ഓൾസോ വാണ്ടഡ് ടു ഡിസ്കവർ സം സ്പെഷ്യൽ തിങ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ഇൻ ഫ്യൂച്ചർ. അതുപോലെ തന്നെ എനിക്ക് ജനങ്ങളെ ഭാവിയിലേക്ക് സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടുപിടുത്തത്തിനും എനിക്ക് താല്പര്യമാണ്. ഐ ഓൾസോ വാണ്ടഡ് ടു സ്റ്റഡി അബൌട്ട് സ്പേസ്, പ്ലാനറ്റ്സ് ആൻഡ് അതർ സ്പേഷ്യൽ തിങ്സ്. അതുപോലെ തന്നെ എനിക്ക് എന്തിനൊക്കെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്? സ്പേസ്, ശൂന്യാകാശത്തെക്കുറിച്ചും പ്ലാനറ്റ്സ്, അതിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും ആൻഡ് അതർ സ്പേഷ്യൽ തിങ്സ്, അതുപോലെ തന്നെ സ്പേസിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഫോർ ദാറ്റ് ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് റീഡ് മെനി ബുക്സ് അബൌട്ട് സയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നല്ലപോലെ പ്രയത്നിക്കുകയും സയൻസിനെ കുറിച്ചും എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചും പരീക്ഷണത്തെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യും. ആൻഡ് ഷുവർ വൺ ഡേ ഐ വിൽ മേക്ക് ദിസ് വേൾഡ് ബെറ്റർ വിത്ത് മൈ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ. അതുപോലെ തന്നെ എനിക്ക് എന്തുറപ്പാണ്, ഒരു ദിവസം ഞാൻ ഈ ലോകത്തെ എൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കും, ഞാൻ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ആക്ടിവിറ്റി 2, ഹിയർ ഈസ് എൻ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ്. ഇവിടെ ആര്യയുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു ടൈം ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. ഈ ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സെൻറ്റൻസുകൾ എഴുതുക. അപ്പോൾ നോക്കിക്കേ, 4 ഇയേഴ്സ്, ആര്യയുടെ 4 വയസ്സിൽ അവൾക്ക് എന്താവാനായിരുന്നു ആഗ്രഹം? ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം അല്ലേ. ഇനി 8 ഇയേഴ്സിൽ അവൾക്ക് കൽപ്പന ചൗള, ഒരു ആസ്ട്രോണോട്ട് ആവാനായിരുന്നു ആഗ്രഹം. 12 ഇയേഴ്സിൽ അമേലിയ എയർഹാർട്ട്, പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. അതുപോലെ 18 ഇയേഴ്സിൽ അവൾക്കൊരു ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. ഇനി ആര്യയുടെ ആ ഡ്രീംസിനെ കുറിച്ച് നമുക്ക് എഴുതാം. വെൻ ആര്യ വാസ് 4 ഇയേഴ്സ് ഓൾഡ് ഷീ വാണ്ടഡ് ടു ബി എ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ലൈക്ക് റോസമ്മ. ആര്യയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അവൾക്ക് റോസമ്മയെ പോലെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. ഷീ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ എയർ ഫ്രം സ്വിങ് ടു സിങ് ലൈക്ക് റോസമ്മ. റോസമ്മയെ പോലെ ഊഞ്ഞാലിൽ ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നി. ബൈ ദ ഏജ് ഓഫ് 8 ഷീ വാസ് ഇൻസ്പയർഡ് ബൈ കൽപ്പന ചൗള, ദ ഫസ്റ്റ് വുമൺ ആസ്ട്രോണൈറ്റ്. അങ്ങനെ അവളുടെ 8-ാം വയസ്സിൽ അവൾക്ക് ആരാവാൻ തോന്നി? ആദ്യത്തെ ബഹിരാകാശ യാത്രികയായ കൽപ്പന ചൗള ആവാനായിട്ട് തോന്നി. ഷീ ഈവൺ ബോർ ഓറഞ്ച് സ്പേസ് സ്യൂട്ട് ലൈക്ക് കൽപ്പന ചൗള. അവൾ കൽപ്പന ചൗളയെ പോലെ ഓറഞ്ച് നിറത്തിലുള്ള സ്പേസ് സ്യൂട്ട് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും തുടങ്ങിയിരുന്നു. അറ്റ് 12 ആര്യ അഡ്മയർഡ് അമേലിയ ഇയർഹാർട്ട്, എൻ അമേരിക്കൻ പൈലറ്റ്. അവളുടെ 12-ാമത്തെ വയസ്സിൽ അവൾക്ക് അമേലിയ ഇയർഹാർട്ട്, അമേരിക്കൻ പൈലറ്റ് ആയിരുന്നു അവളാവാനായിരുന്നു ആഗ്രഹം. ഷീ ബിൽറ്റ് എ മോഡൽ പ്ലെയിൻ ഫോർ ഹെർ സ്കൂൾ പ്രൊജക്റ്റ്. അവൾ ആ ആഗ്രഹം കൊണ്ട് അവളുടെ സ്കൂൾ പ്രൊജക്റ്റിലേക്ക് ഒരു മോഡൽ പ്ലെയിനാണ് ഉണ്ടാക്കിയത്. ഷീ കട്ട് ഹെർ ഹെയർ ലൈക്ക് അമേലിയ. അമേലിയയെ പോലെ അവളുടെ മുടി മുറിച്ചു. അറ്റ് ഹെർ 18th ഏജ് ആര്യ വാണ്ടഡ് ടു ബി എ ഫൈറ്റർ പൈലറ്റ്. അവളുടെ 18-ാമത്തെ വയസ്സിൽ അവൾക്കൊരു ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. ഷീ പോസ്റ്റഡ് ദ ഫോട്ടോസ് ഓഫ് ഭാവന, ആവണി ആൻഡ് മോഹന ഇൻ ഹെർ റൂം. അവളുടെ റൂമിൽ ഭാവന, ആവണി, മോഹന എന്നീ 3 പേരുടെ, ആദ്യത്തെ 3 ഫൈറ്റർ പൈലറ്റ്സാണ്, ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റ്സാണ് ഇവർ. അവരുടെ ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിരുന്നു. ലൈക്ക് ദീസ് ഷീ ഓൾവേസ് ഹാഡ് ദ ഡ്രീം ഓഫ് ഫ്ലൈ. ഇതുപോലെ അവൾക്ക് എല്ലാ സമയവും പറക്കാനുള്ള ആഗ്രഹങ്ങളായിരുന്നു, സ്വപ്നമായിരുന്നു അവളുടേത്. ആര്യ വർക്ക്ഡ് ഹാർഡ് ആൻഡ് സ്റ്റഡിഡ് ഫോർ അച്ചീവിങ് ഹെർ ഡ്രീംസ്. അവളുടെ സ്വപ്നം നേടിയെടുക്കാനായിട്ട് ഒരുപാട് പഠിക്കുകയും ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് കേട്ടോ ആര്യ ഇൻ ദ കോക്പിറ്റ് എന്നുള്ള യൂണിറ്റിൽ നിങ്ങൾക്ക്, എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്.
ക്ലാസ്സും അതുപോലെ തന്നെ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടതെന്നും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്